ദുർഗന്ധം വമിക്കുന്ന മതവർഗീയത ഈ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിക്കളയണം എന്ന് പ്രേക്ഷകരോട് പറയുന്ന ഒരു നാടകം അരങ്ങേറി. എന്റെ പേര് ഷിറ്റ് എന്നാണ്. സുരേഷ് ഗോപി പറഞ്ഞ ഷിറ്റ് അല്ല ഇത് വേറെ ഷിറ്റ്. അപ്പോൾ ഈ നാടകത്തിന് തിരശ്ശീല വീഴും മുമ്പേ ഉയർന്ന ഹർഷാരവം കാണികൾ ആ സന്ദേശം ഉൾക്കൊണ്ടുവെന്നാണ്. കോഴിക്കോട് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊച്ചു മിടുക്കരുടെ നാടകമായിരുന്നു ഷീറ്റ്. നമുക്ക് ഷിറ്റ് ആ നാടകത്തിലേക്ക്. ഹാസ്യത്തിന്റെ മേമ്പടിയോടെ മേമുണ്ടയിലെ കുട്ടികൾ തെളിമയോടെ രാഷ്ട്രീയം പറഞ്ഞു. സെപ്റ്റിക് ടാങ്കിന്റെ പേരിലുണ്ടായ വർഗീയ കലാപം പ്രേക്ഷകർ കണ്ടത് അതേ സെപ്റ്റിക് ടാങ്കിന് മുകളിൽ ഇരുന്ന്. മൂക്കുപൊത്തി ഓക്കാനിക്കേണ്ടത് സെപ്റ്റിക് ടാങ്കിനേക്കാൾ ദുർഗന്ധം വമിക്കുന്ന വർഗീയവാദികളുടെ മുൻപിലാണ്. വിസർജ്ജക്കുഴിയിലെ ദുർഗന്ധമല്ല, ഭരണകൂട നിർമ്മിത കലാപച്ചോരയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഷിറ്റ് എന്ന പദം ഒരു പേര് അത് നിങ്ങൾക്ക് അറപ്പുളവാക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ 10 മടങ്ങ് ജീർണിച്ച കാലഘട്ടത്തിലാണ്, ജീർണിച്ച വ്യവസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുണ്ടാക്കുന്ന ദുർഗന്ധം നിങ്ങൾക്ക് ഒരു തരത്തിലും അറപ്പുളവാക്കുന്നില്ല, നിങ്ങൾക്ക് അവജ്ഞയുണ്ടാക്കുന്നില്ല, നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്നില്ല എങ്കിൽ, ഈ പേരാണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ എന്തോ കുഴപ്പമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് നിന്ന് അപ്പീലുമായാണ് മേമുണ്ടയിലെ കുട്ടികൾ കൊല്ലത്തെത്തിയത്. മുൻപ് കിതാബിലൂടെയും ബൗണ്ടറിയിലൂടെയും നെഞ്ചുവിരിച്ചു രാഷ്ട്രീയം പറഞ്ഞ മേമുണ്ടക്കാരിൽ നിന്ന് ഒരുപക്ഷെ അടുത്ത തവണ ഇതിലുമേറെ പ്രതീക്ഷിക്കാം. ഓ മാധവന്റെ സ്മരണ തങ്ങി നിൽക്കുന്ന നാടകവേദിയിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, ടീം 24 കൊല്ലം.